Hi all, welcome back to my channel CSEB Exam Guide. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ലോയുടെ ഇവല്യൂഷനെ കുറിച്ചാണ്. ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷന്റെ ഇവല്യൂഷൻ 6 സ്റ്റേജസ് ആയിട്ടാണ്. നമുക്ക് ഓരോന്നായി നോക്കിപ്പോകാം. ഫസ്റ്റ് വൺ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി ഈ ആക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി. ഈ ആക്ടിന്റെ കീഴിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ. It classifies societies as urban and rural. ഈ ആക്ട് അനുസരിച്ച് സൊസൈറ്റീസിനെ അർബൻ സൊസൈറ്റീസ് എന്നും റൂറൽ സൊസൈറ്റീസ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഡിപ്പോസിറ്റ്സ് ക്യാൻ ബി റിസീവ്ഡ് ഓൺലി ഫ്രം ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. നോ മെമ്പർ കുഡ് ഹോൾഡ് ഷെയർസ് വർത്ത് മോർ ദാൻ 1000 rupees. 1000 രൂപയുടെ മുകളിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ മെമ്പേഴ്സിനെ അനുവദിച്ചിരുന്നില്ല. ദ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് മസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ ദി രജിസ്ട്രാർ. ഈ ആക്ട് അനുസരിച്ച് സൊസൈറ്റിയുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാർ ആയിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഏതാണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1904 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് ചില പോരായ്മകളുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി 1912 ഗവൺമെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് കവേഴ്സ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ ആക്ടിൽ ക്രെഡിറ്റ് സൊസൈറ്റീസും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും ഉൾപ്പെട്ടിരുന്നു. It classifies societies on the basis of liability, such as limited and unlimited liability. 1912 ആക്ട് അനുസരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത് ലയബിലിറ്റിയുടെ ബേസിസിലായിരുന്നു. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്നും. ഡിപ്പോസിറ്റ്സ് ക്യാൻ ബി റിസീവ്ഡ് ഫ്രം ബോത്ത് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. സൊസൈറ്റിക്ക് മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും നോൺ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നും ഡിപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. എ മെമ്പർ കുഡ് ഹോൾഡ് ഷെയർസ് വർത്ത് മോർ ദാൻ 1000 rupees. മെമ്പേഴ്സിന് 1000 രൂപയുടെ മുകളിലുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. എ സൊസൈറ്റി ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി. ഈ ആക്ട് അനുസരിച്ച് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആവാനും സാധിച്ചിരുന്നു. അടുത്തത് തേർഡ് സ്റ്റേജ് ആണ്, കോപ്പറേഷൻ ആസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ഇൻ 1919. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്തു. ഈ ആക്ട് അനുസരിച്ച് കോപ്പറേഷൻ എന്ന സബ്ജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിന്റെ ഫലമായി കോപ്പറേറ്റീവ് എന്റർപ്രൈസിന്റെ പ്രൊമോഷന്റെയും ഡെവലപ്മെന്റിന്റെയും റെസ്പോൺസിബിലിറ്റി പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനായിരുന്നു. ദ ഗവൺമെന്റ് ഓഫ് ബോംബെ പാസ്ഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ 1925. ആദ്യത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1925 ബോംബെ ഗവൺമെന്റ് ആണ് പാസ്സാക്കിയത്. നാലാമത്തെ സ്റ്റേജ് ആണ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. 1932 മദ്രാസ് പ്രൊവിൻസ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എനാക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ആക്ടിന്റെ ബേസിസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ആക്ട് കണ്ടെയ്ൻഡ് 66 സെക്ഷൻസ്. ഈ ആക്ടിൽ 66 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. The Act increased the controlling powers of the registrar.
രജിസ്ട്രാറുടെ കൺട്രോളിംഗ് പവേഴ്സ് ഈ ആക്ടിലൂടെ ഇൻക്രീസ് ചെയ്തു. The Act introduced provisions for inspection and investigation. കോപ്പറേറ്റീവ് എന്റർപ്രൈസസിന്റെ പ്രവർത്തനങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുമുള്ള പ്രൊവിഷൻസ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. The Act contained provisions for the settlement of disputes. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനുള്ള പ്രൊവിഷനും മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഫിഫ്ത്ത് സ്റ്റേജിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഇവല്യൂഷൻ നോക്കാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു സ്റ്റേറ്റിൽ മാത്രം ആയിരിക്കില്ല. ഒന്നിലധികം സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെയുള്ള സൊസൈറ്റീസ് ഒന്നിലധികം സ്റ്റേറ്റ്സിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഫോളോ ചെയ്യേണ്ടി വരും. ഈ സൊസൈറ്റീസിന് വേണ്ടിയാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി MSCS ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. MSCS ആക്ട് അനുസരിച്ച് വേരിയസ് പവേഴ്സോട് കൂടി സെൻട്രൽ രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്തു. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി മെമ്പേഴ്സ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ്, എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ ഇവയെല്ലാമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും ഈ ആക്ടിൽ ഉണ്ടായിരുന്നു. സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. സൊസൈറ്റീസിൽ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസും ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇവല്യൂഷൻ്റെ 6th സ്റ്റേജ് ഏതാണെന്ന് നോക്കാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. 1990 ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് സ്റ്റഡി ചെയ്യുന്നതിനായി ഗവൺമെൻറ് ചൗധരി ബ്രഹ്ം പ്രകാശിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ക്യാൻസൽ ചെയ്തു. അതിനു പകരമായി 2002 കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസിൻ്റെ ഡെമോക്രാറ്റിക് ആൻഡ് ഓട്ടോണമസ് വർക്കിംഗ് എൻഷുർ ചെയ്തുകൊണ്ട് പുതിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഇവല്യൂഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.